കടലിൽ കാണാതായവർക്കുള്ള ധനസഹായത്തിന് 7 വർഷം കാത്തിരിക്കണമെന്ന വ്യവസ്ഥ ആദ്യമായി മാറ്റിയെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വാദം തെറ്റെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഓഖി കാലത്ത് നിയമം മറികടന്നാണ് സഹായം വിതരണം ചെയ്തത്. മത്സ്യത്തൊഴിലാളികൾക്ക് സാറ്റലൈറ്റ് ഫോണും റീചാർജ് സൗകര്യവും നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിന് പരിശീലനം നേടി പിരിച്ചുവിട്ട 200ഓളം പേരെ അടിയന്തരമായി തിരിച്ചെടുക്കണമെന്നും കടലിൽ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ആംബുലൻസ് പുനഃസ്ഥാപിക്കണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. അന്ന് 22 ലക്ഷം രൂപ വീതം സഹായം നൽകി. ദുരന്തത്തിൽ കാണാതായവരെ സംബന്ധിച്ചുള്ള ധനസഹായം അത് വളരെ വ്യക്തമായിട്ട് വേറൊരു കാര്യമാണ്. 7 വർഷം കാത്തിരിക്കണമെന്നാണ് സതീശൻ പറഞ്ഞത്. അതായത് ഒരാളെ കാണാതായാൽ അവർക്ക് മരിച്ചു എന്ന രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കേരളത്തിൽ ഇതുവരെ 7 വർഷം കാത്തിരിക്കണം. എന്നാൽ മാത്രമേ ആനുകൂല്യം കൊടുക്കാൻ സാധിക്കുള്ളൂ. അത് ഞാൻ മാറ്റുകയാണ് എന്നാണ്, ചരിത്രത്തിൽ ആദ്യമായി ഞാനിത് മാറ്റുന്നു എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. ലഹരി കേസിൽ പിടിയിലായത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ നടത്തേണ്ടവർ ലഹരിക്കടത്തിന് നേതൃത്വം നൽകുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ദൃശ്യങ്ങൾ നീക്കാൻ മെറ്റയെ ബന്ധപ്പെട്ടിരിക്കുകയാണെന്നും ഗോവിന്ദൻ ആരോപിച്ചു. രസകരമായ ഒരു സംഭവം ഇതിന്റെ ഭാഗമായിട്ട് വന്നു. ഇങ്ങനെയുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റുകൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് മെറ്റയെ ഉപയോഗപ്പെടുത്തുകയാണ്. മെറ്റ വിഭാഗത്തെ ഉപയോഗിച്ച് വിമർശനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന വിവരങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്.